ഈ ഏപ്രിൽ മാസം 9-ാം തീയതി ഇലക്ഷൻ അല്ലേ. അപ്പോൾ റേഷൻ കടയിൽ നിന്ന് ഒരു ഇരട്ടി സാധനങ്ങൾ വാങ്ങിക്കോട്ടെ വെച്ചിട്ട് മെയ് മാസം റേഷൻ കൂടി ഏപ്രിൽ റേഷനോടൊപ്പം വാങ്ങാൻ സർക്കാർ ഒരു അവസരം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അതൊക്കെ കൂടി വാങ്ങുകയാണെങ്കിൽ മെയ് മാസത്തിൽ റേഷൻ ഉണ്ടാകില്ല. അതെല്ലാവരും ശ്രദ്ധിക്കുക. എന്തായാലും ഇരട്ടി റേഷനാണ് ലഭിക്കുന്നത്. പക്ഷേ 2 മാസത്തേതാണ്. മെയ് 30-ാം തീയതി വരെ വാങ്ങാനുള്ള അവസരമുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരുമിച്ച് വാങ്ങാം. ഏപ്രിൽ 4-ാം തീയതി മുതൽ മെയ് മാസത്തെ റേഷൻ വിതരണം തുടങ്ങും. മഞ്ഞ റേഷൻ കാർഡിന് 2 മാസത്തേത് കൂടി 60 കിലോ അരി ഒരുമിച്ച് വാങ്ങാം. 60 കിലോ അരി, 4 കിലോ ഗോതമ്പ്, 6 പാക്കറ്റ് ആട്ട. അരിയും ഗോതമ്പും സൗജന്യമാണ്. ഒരു ആട്ടയ്ക്ക് 7 രൂപ വീതം നൽകണം. പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 8 കിലോ വീതം അരിയും 2 കിലോ വീതം ഗോതമ്പും ഉണ്ട്. കാർഡിൽ മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 8 കിലോ ഗോതമ്പ് കുറച്ച് പകരം 8 ആട്ട ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ടയ്ക്ക് 9 രൂപ വീതം നൽകണം. നീല റേഷൻ കാർഡിൽ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരി ലഭിക്കും. 4 രൂപ നിരക്കിലാണ് ഉള്ളത്. അതുപോലെ തന്നെ സ്പെഷ്യൽ അരിയും കൊണ്ട് 2 മാസത്തേക്ക് കൂടി 5 കിലോ അരി ഉണ്ട്. 10 രൂപ 90 പൈസ നിരക്കിൽ. ആട്ട 6 എണ്ണം ഉണ്ട്, 2 മാസത്തേക്കാണ്. അത് രണ്ടും ഒരുമിച്ച് വാങ്ങാം. 17 രൂപ നിരക്കിലാണ് ആട്ട നീല റേഷൻ കാർഡിനുള്ളത്. വെള്ള റേഷൻ കാർഡിന് 2 മാസത്തേക്ക് കൂടി 10 കിലോ അരിയാണ്, 10 രൂപ 90 പൈസ നിരക്കിൽ. അതുപോലെ തന്നെ ആട്ട 6 എണ്ണം ലഭിക്കും. മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഈ ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണ മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്റർ, ബാക്കിയുള്ള റേഷൻ കാർഡിന് 1/2 ലിറ്റർ അതും വാങ്ങാം. ബ്രൗൺ റേഷൻ കാർഡിന് 4 കിലോ അരി 2 മാസത്തേക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ. 2 ആട്ട, ഒരു ആട്ടക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു മാസത്തിൽ, അതായത് മെയ് മാസത്തിലെയും ഏപ്രിൽ മാസത്തെയും റേഷൻ ഏപ്രിൽ 4-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കും. അത് ഈ ഒരു സമയത്ത് വാങ്ങാം. മെയ് 30-ാം തീയതി വരെ വാങ്ങാവുന്നതാണ്. ഇലക്ഷനോടനുബന്ധിച്ച് ഇലക്ഷൻ സമയത്ത് റേഷൻ ഇരട്ടി എന്നൊക്കെ പറഞ്ഞ് പരസ്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേശാഭിമാനിയിൽ അങ്ങനെ ഒരു പരസ്യം വന്നിട്ടുണ്ട്. ദേശാഭിമാനി ഓൺലൈനിൽ അങ്ങനെ ഒരു പരസ്യം വന്നിട്ടുണ്ട്. മഞ്ഞ റേഷൻ കാർഡിന് 60 കിലോ അരി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അരി കൂട്ടിയിട്ടുള്ളത്. അടുത്ത മാസത്തേത് കൂടി മുൻകൂറായിട്ട് ലഭിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അടുത്ത മാസത്തിൽ ഈ സർക്കാർ ആയിരിക്കില്ല ഭരണത്തിൽ, അതായത് എഫ് ആയാലും UDF ആയാലും പുതിയൊരു സർക്കാർ ആയിരിക്കും. അപ്പോൾ ആ ഒരു സർക്കാരിൻ്റെ സമയത്താണ് ഈ മെയ് മാസത്തെ റേഷൻ ലഭിക്കേണ്ടത്. അപ്പോൾ 1-ാം മാസത്തിൽ, ആ പുതിയ സർക്കാരിൻ്റെ 1-ാം മാസത്തിൽ റേഷൻ ഉണ്ടാകില്ല. ആ റേഷൻ ഇപ്പോൾ തന്നെ വാങ്ങുകയാണെങ്കിൽ, വാങ്ങാതെ എടുത്തു വെക്കുകയാണെങ്കിൽ മെയ് 30 വരെ ഇതൊക്കെ വാങ്ങാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.